ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അടുത്തിടെയാണ് തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായത്. ഇതിനു മുൻപായി തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സന്നിധാനത്തെ കൊടിമരത്തിലെ വാജ്യവാഹനം കൈവശം വെച്ചത്, ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണക്കടത്ത്, കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ച തുടങ്ങിയ കേസുകളിലെല്ലാം തന്ത്രി അറസ്റ്റിലുമാണ്. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത തന്ത്രി നടത്തിയ മറ്റൊരു പണമിടപാടിനെ കുറിച്ചാണ്. ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച 2.5 കോടി രൂപ ബാങ്ക് പൊട്ടി നഷ്ടമായിട്ടും അത് തിരികെ കിട്ടാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത തന്ത്രിയെക്കുറിച്ച് കാര്യമായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരാതി നൽകിയില്ല? SITയുടെ ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിൽ പണം നഷ്ടമായത് എന്തുകൊണ്ട് മറച്ചുവെച്ചു? ആ പണം എവിടെ നിന്ന് കിട്ടി തുടങ്ങിയ വിവരങ്ങളൊക്കെ അന്വേഷണ വിധേയമാകാൻ ഇനി സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രി കണ്ഠരര് രാജീവരുടെ പണമിടപാടുകളെക്കുറിച്ച് അതിസൂക്ഷ്മവും കർശനവുമായ അന്വേഷണം തന്നെ നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നത്. തന്റെ 2.5 കോടി രൂപ ഒരു സ്വകാര്യ ബാങ്കിന്റെ തകർച്ചയിലൂടെ നഷ്ടമായിട്ടും പരാതി നൽകാൻ തന്ത്രി തയ്യാറാകാത്തതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് SIT കരുതുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി അറസ്റ്റിലായതിന് പിന്നാലെ തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് SIT വിശദമായ അന്വേഷണം തന്നെ നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലാണ് നിർണായകമായ വിവരം ലഭിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിലാണ് 2.5 കോടി രൂപ നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ ബാങ്ക് പൊട്ടി പണം നഷ്ടമായി. പക്ഷെ തന്ത്രി ഇക്കാര്യത്തിൽ ഒരു പരാതിയും നൽകിയിട്ടില്ല. ശബരിമല കേസുമായി ബന്ധപ്പെട്ട SIT ചോദ്യം ചെയ്തപ്പോഴൊന്നും തന്ത്രി ഇക്കാര്യം SITയോടും പറഞ്ഞില്ല. വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് ഏതാനും പണം നഷ്ടമായ വിവരമടക്കം SITയോട് പറഞ്ഞപ്പോഴും പൊളിഞ്ഞുപോയ ബാങ്കിൽ നിക്ഷേപിച്ച് നഷ്ടമായ പണത്തെക്കുറിച്ച് തന്ത്രി മൗനം പാലിച്ചതാണ് ദുരൂഹത സംശയിക്കാൻ ഇടയാക്കിയത്. ഇതോടെ തന്ത്രിയുടെ ഇടപാടുകളിൽ വിശദമായ അന്വേഷണം തന്നെ നടത്താൻ SIT തീരുമാനിക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള ഇടപാടുകൾ, മറ്റ് പ്രതികളുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത തേടുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റിലായ പ്രതികൾ ഓരോരുത്തരായി സ്വാഭാവിക ജാമ്യം നേടി പുറത്തുവരാനുള്ള സാധ്യതയിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കേസിൽ പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ദിവസം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ജാമ്യം നേടി പുറത്തു വന്നിരുന്നു. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്തതിനാലാണ് അറസ്റ്റിലായി 90 ദിവസങ്ങൾ പിന്നിട്ടതോടെ സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ഇനിയും കുറ്റപത്രം വൈകിയാൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം സ്വാഭാവിക ജാമ്യം നേടി പുറത്തുവരുന്ന സ്ഥിതി ഉണ്ടാകും. ഇത് കേസിന്റെ നിലനിൽപ്പിനെയും മുന്നോട്ടു പോക്കിനെയും പ്രതികൂലമായി ബാധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി KP ശങ്കരദാസും തന്ത്രി കണ്ഠരര് രാജീവരും വരെ നീളുന്ന അറസ്റ്റുകൾ നടന്ന് പല അറസ്റ്റുകളും 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകുന്ന നടപടി അനിശ്ചിതമായി നീണ്ടുപോകുന്നത് പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങാൻ ഇടയാക്കുമെന്ന വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. വിമർശനം ശക്തമാകുന്നതിനിടെ ഫെബ്രുവരി 10-നുള്ളിലെങ്കിലും കുറ്റപത്രം നൽകാൻ SIT ശ്രമം നടത്തുന്നുമുണ്ട്. ഭാഗികമായെങ്കിലും കുറ്റപത്രം നൽകാത്തതിന്റെ കാരണം എന്താണ് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഭാഗിക കുറ്റപത്രം പോലും നൽകാത്ത അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് എന്താണ് എന്നാണ് ചോദ്യം ഉയരുന്നത്. എന്നാൽ കുറ്റമറ്റ കുറ്റപത്രം തന്നെ തയ്യാറാക്കുന്നത് കൊണ്ടാണ് കാലതാമസമെന്നാണ് SIT നൽകുന്ന വിശദീകരണം. ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാകാത്തതും അറസ്റ്റുകൾ ബാക്കിയുള്ളതുമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒരർത്ഥത്തിൽ SIT പറയുന്നതും ശരിയാണ്. ഭാഗികമായി കുറ്റപത്രം നൽകുന്നത് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കും. ഉദാഹരണത്തിന്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ 2 ഭാഗങ്ങളായി സമർപ്പിക്കപ്പെട്ട കുറ്റപത്രമാണ് ഒരർത്ഥത്തിൽ നടിക്ക് നീതി നിഷേധിച്ചത് എന്ന് കരുതപ്പെടുന്നുണ്ട്. 2-ാം ഘട്ടത്തിൽ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ ദിലീപിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും ആദ്യത്തെ കുറ്റപത്രം പ്രാഥമിക കുറ്റപത്രമായി പരിഗണിച്ച് ശേഷിച്ചവ പരിഗണിക്കാതെ വിട്ടു എന്ന നിഗമനമുണ്ട്. അതാണ് ദിലീപ് കുറ്റവിമുക്തനാകുന്നതിലേക്ക് നയിച്ചത് എന്നും കരുതപ്പെടുന്നു. അങ്ങനെയൊരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ അവ്യക്തവും ഭാഗികവുമായ കുറ്റപത്രം കോടതിയിൽ നിലനിൽക്കില്ല എന്ന അവസ്ഥ വരാതിരിക്കാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനകൾ ഇനിയും ബാക്കിയാണ്. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്നും വാതിൽപ്പാളികൾ ഉൾപ്പെടെ മാറ്റിയോ എന്നുമെല്ലാം കണ്ടെത്തണം. ഇതിന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. 1998-ൽ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞതിന്റെ കണക്കുകൾക്ക് കൃത്യമായ രേഖയില്ലാത്തതിനാൽ എത്രത്തോളം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്ന് തിട്ടമില്ല. ഇതറിയണമെങ്കിൽ VSCയിലെ ഫലത്തെ ആശ്രയിക്കണം. ശാസ്ത്രജ്ഞരുടെ മൊഴിയും രേഖപ്പെടുത്തണം. ഇവയെല്ലാം ചേർത്ത് വിശദമായ കുറ്റപത്രം തന്നെ തയ്യാറാക്കാനാണ് ശ്രമം.
ഭാഗിക കുറ്റപത്രം പ്രായോഗികമല്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തിയും നഷ്ടമായ സ്വർണത്തിന്റെ അളവും വ്യക്തമാകാതെ കുറ്റപത്രം നൽകിയാൽ കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് വിലയിരുത്തൽ. KP ശങ്കരദാസിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാത്തതും കുറ്റപത്രം തയ്യാറാക്കുന്നതിന് തിരിച്ചടിയാണ്. സ്വർണ്ണ കവർച്ചയ്ക്ക് അനുബന്ധമായി വന്ന വിവാദ വിഷയങ്ങളും കുറ്റപത്രം വൈകിച്ചുവെന്ന് കരുതുന്നു. അന്താരാഷ്ട്ര സംഘത്തിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ, വാജ്യവാഹനം, കൊടിമരം എന്നിവയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് തുടങ്ങിയ സംശയങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വൈകാൻ ഇടയാക്കിയെന്നും പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. കുറ്റപത്രം വൈകുമെന്ന് ഹൈക്കോടതിയിലും SIT അറിയിച്ചിട്ടുണ്ട്. ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ ഇതിനോടകം ജാമ്യം കിട്ടിയതാണ്. ഫെബ്രുവരി 7-നകം കട്ടിളപ്പാളി കേസിൽ കുറ്റപത്രം നൽകിയില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയിലിന് പുറത്തിറങ്ങും. അതിനിടെ കേസിൽ ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SITക്ക് കത്തയച്ചിട്ടുണ്ട്. വിശദമായ മൊഴിപ്പകർപ്പുകൾ കേസ് അന്വേഷണത്തിന് ആവശ്യമാണ് എന്ന് ED SIT അറിയിച്ചു. നിയമോപദേശം കൂടി അറിഞ്ഞ ശേഷം നിർണായക മൊഴി വിവരങ്ങൾ സൂക്ഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ S ശശിധരൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. അതിനിടെ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കാൻ കോടതിയെ സമീപിക്കാൻ പ്രത്യേക അന്വേഷണ സംഘവും നീക്കം നടത്തുന്നുണ്ട്.